ഇന്നത്തെ ഏറ്റവും പുതിയ ബറോസ് വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 3D സിനിമയാണല്ലോ ബറോസ്. ഇപ്പോഴത്തെ സിനിമാ ചിത്രത്തിന്റെ 11ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ 11ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്നലത്തെക്കാൾ മികച്ചൊരു കളക്ഷൻ വർധന ഇന്ന് ശനിയാഴ്ച ബറോസ് കേരളത്തിൽ നേരിടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 5 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 10 ലക്ഷത്തിനടുത്താണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലെ 12 ലക്ഷത്തോളം കേരള ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 20 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ബറോസിന്റെ ആകെ കേരള ഗ്രോസ് 11 കോടിക്കടുത്തേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 17-18 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ കമന്റ് ബോക്സിൽ കാണുന്ന ഒരു സ്ഥിരം കമന്റ് ആണ്, ബറോസ് എന്ന സിനിമയുടെ ബഡ്ജറ്റ് എത്ര, അതല്ലെങ്കിൽ ബറോസിന്റെ ബഡ്ജറ്റ് 150 കോടിയാണല്ലോ, ആ ബഡ്ജറ്റ് എന്തുകൊണ്ട് പറയുന്നില്ല, ആ ബഡ്ജറ്റ് എന്തായാലും പറയണം തുടങ്ങിയ അഭിപ്രായങ്ങൾ. എന്തായാലും ബറോസിന്റെ ബഡ്ജറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തിയേറ്റർ ഷെയർ പോയിട്ട് ബിസിനസ് കളക്ഷനായിട്ട് പോലും ഇതിനോടൊപ്പം തന്നെ 150 കോടി കാണാനും കഴിയാത്തവരാണ് 150 കോടി എന്ന ബറോസിന്റെ ബഡ്ജറ്റ് പൊക്കിപ്പിടിക്കുന്നത്. സിനിമ കണ്ടവർക്ക് അറിയാം, യഥാർത്ഥത്തിൽ 2 ലൊക്കേഷനുകളിലാണ് പ്രധാനമായിട്ടും സിനിമയുടെ കഥ നടക്കുന്നത്. ഗോവയിൽ ചിത്രീകരിച്ച സിനിമ ഒരു കളർഫുൾ, അതോടൊപ്പം തന്നെ റിച്ച്നെസ് എല്ലാം തന്നെ തോന്നുന്ന സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട്. ചില പ്രമുഖ സിനിമകളുടെ ഇതുപോലെ പരിപ്പുവട ബഡ്ജറ്റുമല്ല ബറോസിൻ്റെതെന്ന് കൂടുതൽ പ്രേക്ഷകർക്ക് അറിയാം. പക്ഷേ ഈ പറഞ്ഞ 150 കോടി ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ലോജിക്കുമില്ലാത്ത ബഡ്ജറ്റാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇനി ബറോസ് നഷ്ടമാണെങ്കിൽ തന്നെ ആശീർവാദ സിനിമാസിന് ഇല്ലാത്ത വിഷമമാണ് നമ്മുടെ കമന്റ് ബോക്സിലെ പല കമന്റുകളിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമ ബറോസ്, ആ സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ വളരെ ഡീസന്റ് കളക്ഷൻ നേരിടുത്ത് തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ബറോസ് കളക്ഷനായിട്ട്.